ഇങ്ങനെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങളല്ലേ, ഓരോന്നിൻ്റെ സീസണിലല്ലേ നമുക്കത് കൂടുതലായിട്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ. തണ്ണിമത്തൻ കിട്ടുകയാണെങ്കിൽ എന്നല്ല, ഇപ്പോൾ ധാരാളമായി ഉണ്ടല്ലോ. അത് മേടിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അരിച്ചെടുത്തിട്ട് 2-3 ചെറിയ പഴവും ചെറുതായിട്ട് നുറുക്കി, കുറച്ച് കപ്പലണ്ടി വൃത്തിയാക്കിയതും, കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കസ്കസ് കുതിർത്തതും കൂടെ വെച്ചിട്ട് ഈ ജ്യൂസ് നമ്മുടെ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് കുറച്ച് പഴം നുറുക്കിയത് അതിലിട്ട് കുറച്ച് കസ്കസ് കുതിർത്തതും ചേർത്ത് അണ്ടിപ്പരിപ്പും കപ്പലണ്ടിയും കൂടെ അതിൽ ചേർത്ത് ബാക്കി ജ്യൂസും കൂടെ ഇട്ട് മിക്സ് ആക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കി. നമ്മുടെ ക്ഷീണം എവിടെ പോയെന്നറിയില്ല, വിശപ്പ് എവിടെ പോയി എന്നറിയില്ല. വിശപ്പും ദാഹവും മാറാൻ ഈ കൊടും ചൂടത്ത് ഇത് ഒന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ. പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ ഇത് തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ പോവുക. പോയിട്ട് പുറത്തു നിന്ന് കയറി വരുമ്പോൾ ഇതിന് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ചു നോക്കി. എന്ത് ആശ്വാസമാണെന്നറിയുമോ? ഈ ചൂടിന് ചെറുക്കാൻ ഇപ്പോൾ ഏറ്റവും പറ്റിയത് ഈ തണ്ണീർമത്തൻ തന്നെയാണ്. ശരിക്കും ഇപ്പോൾ തണ്ണീർമത്തൻ ദിനങ്ങൾ തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ആരും.